ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങളുടെ കൈകളിലേക്ക് പണം ഒഴുകിയെത്തിയാൽ ദയവായി പരിഭ്രമിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുകയാണെങ്കിൽ ദയവായി ഒരു ശാന്തമായ സ്ഥലത്ത് പോയിരിക്കുക. ശരിയല്ലേ? ഞാൻ എന്താണ് പറയുന്നത് എന്നതിന് മാത്രം പൂർണ്ണമായി ശ്രദ്ധിക്കുക. കാരണം ഇന്ന് ഞാൻ നിങ്ങളുമായി കുറച്ച് അഫർമേഷൻസ് പങ്കുവയ്ക്കാൻ പോകുകയാണ്. ഇത് പണം ആകർഷിക്കുന്ന കാര്യത്തിൽ എന്റെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ഇത് സാധ്യമാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിക്കാൻ തുടങ്ങും. ഞാനിത് പറയുന്നത് ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇതൊരു മാജിക് പോലെ തോന്നാം, പക്ഷെ ഇത് മാജിക് അല്ല. ഇത് ഊർജ്ജത്തിന്റെ ശാസ്ത്രമാണ്. ദയവായി ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക, അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായും എന്നിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും. പല പ്രേക്ഷകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായി പണം ലഭിച്ചതിന്റെ മെസ്സേജുകൾ വരാൻ തുടങ്ങുമെന്ന്. ചിലർക്ക് അവസരങ്ങൾ കൊണ്ടുവരുന്ന ഫോൺ കോളുകൾ ലഭിച്ചു, ചിലർക്ക് ലക്ഷങ്ങളുടെ മൂല്യമുള്ള ആശയങ്ങൾ ലഭിച്ചു. ഒരു പ്രേക്ഷകന് $3000 ടാക്സ് റീഫണ്ട് ലഭിച്ചു. അതേ വീഡിയോ കാണുന്നതിനിടയിൽ ഒരാൾക്ക് ഇരട്ടി ശമ്പളമുള്ള ഒരു ജോബ് ഓഫർ ലഭിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന തത്വങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിച്ചാൽ അവ ഓരോ തവണയും പ്രവർത്തിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരേയൊരു കാര്യം ഈ നിമിഷം പൂർണ്ണമായി ഇവിടെ നിൽക്കുക. ഞാൻ പറയാൻ പോകുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളുക. നിങ്ങളുടെ സാമ്പത്തിക പരിവർത്തനം ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തുടങ്ങാൻ പോകുകയാണ്. വിശ്വസിക്കൂ, ശരിയല്ലേ? അതിനാൽ ഇപ്പോൾ എല്ലാ ശ്രദ്ധമാറ്റുന്ന കാര്യങ്ങളും മാറ്റിവെക്കുക. ഫോൺ സൈലന്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാനുണ്ട്. നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിനായി ജനിച്ചവരല്ല. നിങ്ങളെ അങ്ങനെ പ്രോഗ്രാം ചെയ്തതാണ്. ഈയൊരു വ്യത്യാസം കളി പൂർണ്ണമായും മാറ്റുന്നു. വിധി എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റാത്തത് എന്നാണ്. എന്നാൽ പ്രോഗ്രാമിംഗ് ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ സാധിക്കുമല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നക്ഷത്രങ്ങളിൽ എഴുതിയതല്ല. അത് നിങ്ങളുടെ വിധിയുടെ ഭാഗമായിരുന്നില്ല. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കുട്ടിക്കാലത്തെ ആദ്യത്തെ 7 വർഷത്തിനുള്ളിൽ സ്ഥാപിതമായതാണ്. അതെ, പണത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ, ചുറ്റുമുള്ള ആളുകൾ, അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് കേട്ടതെല്ലാം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പശ്ചാത്തലത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നു. അതിൽ നിന്നാണ് പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വളരുന്ന സമയത്ത് ഇത് കേട്ടിട്ടുണ്ടോ? പണം മരത്തിൽ കായ്ക്കില്ല, പണക്കാർ അത്യാഗ്രഹികളാണ്, നമുക്കിത് വാങ്ങാൻ കഴിയില്ല. ഇത് വെറും വാക്കുകളായിരുന്നില്ല. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറി. എന്നാൽ ഇപ്പോൾ ഒരു അസാധാരണ കാര്യം സംഭവിക്കാൻ പോകുന്നു. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഈ പഴയ സിസ്റ്റത്തെ തടസ്സപ്പെടുത്താൻ പോകുകയാണ്. നമ്മൾ വളരെ ശക്തമായ ചില പുതിയ വിശ്വാസങ്ങൾ സ്ഥാപിക്കും. അത് ക്വാണ്ടം ഫീൽഡ്, ആത്മീയമായ ആളുകൾ ഇതിനെ ദിവ്യ മാട്രിക്സ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടാൻ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഉടനടി പുനഃക്രമീകരിക്കാൻ തുടങ്ങും. ഇത് ഒരു കെട്ടുകഥയല്ല. ക്വാണ്ടം ഫിസിക്സ് ഇത് തെളിയിച്ചിട്ടുണ്ട് നിരീക്ഷണത്തിലൂടെ. അതായത് അവബോധം യാഥാർത്ഥ്യം മാറുന്നു ഉപഅറ്റോമിക് തലത്തിൽ. നിങ്ങളുടെ ബോധം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നു, നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെയും. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അത് മിക്ക സമ്പത്ത് പരിശീലകരും പറയാത്തതാണ്. ആകർഷണത്തിന്റെ വിപരീതം ശ്രദ്ധാമാറ്റമാണ്. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ രഹസ്യ താക്കോൽ. നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണോ പോകുന്നത് അവിടെയാണ് നിങ്ങളുടെ ഊർജ്ജം പോകുന്നത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്നത്. ജീവിതം ശ്രദ്ധയുടെ ഒരു കളിയാണ്. മിക്ക ആളുകളും അവരുടെ ഊർജ്ജം വിവിധ പ്രശ്നങ്ങൾ, ആശങ്കകൾ, ശ്രദ്ധാമാറ്റങ്ങൾ എന്നിവയിൽ പാഴാക്കുന്നു. അവർ ലോകത്തിനു മുന്നിൽ വിജയികളാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു, സമൃദ്ധി പ്രവർത്തിക്കുമെന്ന്. എന്നാൽ സത്യമിതാണ്, നിങ്ങൾ നിങ്ങളെത്തന്നെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യം കേന്ദ്രീകൃത ഊർജ്ജമാണ്, ഒരേയൊരു ലക്ഷ്യത്തിൽ അമിതമായ ശ്രദ്ധ. അടുത്ത കുറച്ച് മിനിറ്റത്തേക്ക് നിങ്ങൾ ഇതിനകം തന്നെ സമ്പന്നരാണെന്ന് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ഉറപ്പിക്കുക. അതെ, എല്ലാമുണ്ട്. നിങ്ങൾ സമ്പന്നരാണ്. നിങ്ങളുടെ ബില്ലുകളെക്കുറിച്ചോ നിലവിലെ ബാങ്ക് ബാലൻസിനെക്കുറിച്ചോ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത്. അതൊക്കെ നിങ്ങളെ ഇപ്പോഴും യാഥാർത്ഥ്യത്തിൽ കെട്ടിയിടുന്ന ശ്രദ്ധാമാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഒരു കൂട്ടം അഫർമേഷൻസ് ഉപയോഗിക്കാൻ പോകുകയാണ്. അത് നിങ്ങളുടെ ഉപബോധ മനസ്സുമായി നേരിട്ട് സംസാരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ സാമ്പത്തിക ബ്ലൂപ്രിന്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ അത് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു. ഇത് വെറും യാദൃച്ഛികമായ നല്ല കാര്യങ്ങളല്ല. ഓരോ അഫർമേഷനും വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം നിർമ്മിച്ചതാണ്. അതിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു. ഈ അഫർമേഷൻസ് പൂർണ്ണമായ വികാരത്തോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള വൈദ്യുതകാന്തിക മണ്ഡലത്തെയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും മാറ്റും. ന്യൂറോസയൻസ് പറയുന്നത് ആവർത്തനം തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കുന്നുവെന്നാണ്. ഈ അഫർമേഷൻസ് പുതിയ സമ്പത്ത് മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. അത് ക്രമേണ നിങ്ങളുടെ സ്ഥിരം ചിന്തയായി മാറുന്നു. സ്വാഭാവികമായി പണം ആകർഷിക്കുന്ന ആളുകളുടെ ചിന്ത തന്നെ വ്യത്യസ്തമാണ്. ആ ചിന്തയാണ് നമ്മൾ നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കുന്നത്. ശരി, ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് കേട്ട് ചെയ്യുക. ശരിയല്ലേ? നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക.
ഒരു ആഴത്തിലുള്ള ശ്വാസമെടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങൾ പൂർണ്ണമായി കേന്ദ്രീകൃതരും ഇവിടെയും ഇപ്പോഴുമുണ്ട് എന്ന് അനുഭവിക്കുക. ശരിയല്ലേ? ഇപ്പോൾ ഞാൻ ചില ശക്തമായ പണ അഫർമേഷൻസ് പറയാൻ പോകുകയാണ്. നിങ്ങളത് കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത് ശരിക്കും സംഭവിച്ചതായി വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ദൃശ്യവൽക്കരിക്കുക, സങ്കൽപ്പിക്കുക, അനുഭവിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതായി. നിങ്ങളുടെ സമ്പത്ത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ശരിയല്ലേ? ഞാൻ സാമ്പത്തികമായി പൂർണ്ണമായും സ്വതന്ത്രനും അക്ഷയമായ സമ്പത്തിന്റെ ഉടമയുമാണ്. പല വഴികളിലൂടെ പണം എന്റെ അടുത്തേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ട് ഓരോ ദിവസവും പ്രയാസമില്ലാതെ വളരുന്നു. ഞാൻ അതിരുകളില്ലാത്ത സമൃദ്ധിക്ക് അർഹനാണ്. ഞാൻ അതിപ്പോൾ സ്വീകരിക്കുന്നു. ഞാനൊരു ശക്തമായ പണകാന്തമാണ്. എന്റെ ഊർജം അനന്തമായ സമ്പത്തുമായി കൃത്യമായി യോജിച്ചിരിക്കുന്നു. പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം എന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് എത്ര പണം വേണമെങ്കിലും പ്രയാസമില്ലാതെ എനിക്ക് ലഭിക്കുന്നു. എന്റെ കൈവശമുള്ള സമൃദ്ധിക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. എനിക്ക് എല്ലാ ദിവസവും അനന്തമായ അളവിൽ പണം ലഭിക്കുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ നല്ല വരുമാനം നേടുന്നു. എന്റെ സമ്പത്ത് എന്റെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. എന്റെ വരുമാനം പ്രയാസമില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിതരണം ചെയ്യുന്ന പണം വർദ്ധിച്ച് എന്റെ അടുത്തേക്ക് മടങ്ങിവരുന്നു. എനിക്ക് $1 മില്യൺ ഉൾക്കാഴ്ചകളും ആശയങ്ങളും നിരന്തരം ലഭിക്കുന്നു. ഞാൻ സ്പർശിക്കുന്നതെല്ലാം സ്വർണമായി മാറുന്നു. എന്റെ മാനസികാവസ്ഥ ഒരു സമ്പന്നനായ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ്. എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും ലഭിക്കുന്നു. എന്റെ അടുത്തേക്ക് ഇപ്പോൾ വലിയൊരു തുക വരുന്നുണ്ട്. ഓരോ സാമ്പത്തിക ഉദ്യമത്തിലും ഞാൻ വിജയിക്കുന്നു. സമ്പത്ത് ഒരു മഹാനദിയെപ്പോലെ എന്റെ അടുത്തേക്ക് ഒഴുകുന്നു. ഞാൻ ആഡംബരവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം മാനിഫെസ്റ്റ് ചെയ്യുന്നു. വിശ്വം അനന്തമായ വിഭവങ്ങളാൽ എന്നെ പിന്തുണയ്ക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്നു. എന്റെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ നിരന്തരം വളരുന്നു. എനിക്ക് സമ്പത്തുണ്ടാക്കുന്നത് സ്വാഭാവികവും എളുപ്പവുമാണ്. എന്റെ സമൃദ്ധി കൊണ്ട് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും കഴിയുന്നു. ഇപ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നോക്കൂ, നിങ്ങളിപ്പോൾ അനുഭവിച്ചതെല്ലാം അങ്ങേയറ്റം ശക്തമായ കാര്യമാണ്. നിങ്ങളിപ്പോൾ സമൃദ്ധിയിൽ പൂർണ്ണമായും ശ്രദ്ധിച്ചു. പരിമിതിയുടെ ബാഹ്യലോകത്തെ കുറച്ചു സമയത്തേക്ക് അടച്ചു. ഇതാണ് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ ചെയ്യുന്നത്. അവർ മാനസികമായി അവരുടെ സമൃദ്ധിയിൽ ജീവിക്കുന്നു. അത് പിന്നെ ശാരീരികമായി വെളിവാകുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്തത് പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. ന്യൂറോളജിക്കൽ തലത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ സമ്പത്ത് രക്തചംക്രമണം പുനഃക്രമീകരിക്കാൻ തുടങ്ങി. ക്വാണ്ടം തലത്തിൽ നിങ്ങളുടെ ഫ്രീക്വൻസി സമൃദ്ധിയുമായി പൊരുത്തപ്പെട്ടു. ആത്മീയ തലത്തിൽ നിങ്ങൾ വിശ്വത്തിന്റെ അനന്തമായ സമൃദ്ധിയുമായി യോജിച്ചു. നോക്കൂ, എത്ര തലങ്ങളിലാണ് ഇത് പ്രവർത്തിച്ചത്. പഴയ ജ്ഞാനവും ആധുനിക ക്വാണ്ടം ഫിസിക്സും ഒരേ കാര്യം പറയുന്നു. നിങ്ങൾ ഉള്ളിൽ ശ്രദ്ധിക്കുന്നതെന്തോ അത് പുറത്തു വെളിവാകുന്നു. രാജ്യം ഉള്ളിലാണ്, ബാക്കിയെല്ലാം അതിന്റെ പ്രതിഫലനമാണ്. ഇത് ഒരു ആത്മീയ കവിതയല്ല. ഇത് യാഥാർത്ഥ്യത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സമൃദ്ധി അനുഭവിച്ചു. വിശ്വനിയമങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. അത് നിങ്ങളുടെ വൈബ്രേഷനോട് പ്രതികരിക്കുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോടല്ല. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഊർജ്ജം മാറിയിരിക്കുന്നു. ഈ ഊർജ്ജമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നത്. വിശ്വം എപ്പോഴും ഒരു സമയകാലതാമസത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം ഊർജ്ജമാറ്റം സംഭവിക്കുന്നു, പിന്നെ ശാരീരികമായ വെളിപ്പെടുത്തൽ വരുന്നു. ഒരു വിത്ത് നട്ടതിനുശേഷം ഉടൻ തന്നെ പഴം കാണില്ല, പക്ഷേ ഫലം ഉറപ്പാണ്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ശ്രദ്ധയോടെ ഇരിക്കുക. ഈ മാറ്റത്തിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷേ നിങ്ങൾക്കൊരു അപ്രതീക്ഷിത ചെക്ക് ലഭിച്ചേക്കാം, ഒരു സർപ്രൈസ് കോൾ അല്ലെങ്കിൽ അവസരം. വിശ്വാസം നിലനിർത്തുക. നന്ദിയോടെ ഇരിക്കുക. ലഭിക്കാൻ വേണ്ടി മനസ്സിനെ അനുവദിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സമ്പന്നവും മനോഹരവുമായ സാമ്പത്തിക യാഥാർത്ഥ്യം ഒരുങ്ങുകയാണ്. നിങ്ങൾ ഇതിന് പൂർണ്ണമായും അർഹനാണ്. കമന്റിൽ തീർച്ചയായും എഴുതുക, ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പണം ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.